ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിന്ന് ഹോസ്പിറ്റലിൽ പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വീട്ടിൻ്റെ അവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് അങ്ങനെ റോട്ടിൽ പോകുന്നു കേട്ടോ. അവിടുന്ന് നേരിട്ട് KSRTC ഉണ്ട് കേട്ടോ. അപ്പോൾ നേരിട്ട് ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തും കേട്ടോ. അപ്പോൾ വേഗം എത്താമല്ലോ വിചാരിച്ച്. സമയം ഒരു 11 മണിക്ക് കഴിക്കണം കേട്ടോ, 11-12 മണി. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഡോക്ടർ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇമ്മാനെ കൊണ്ടുപോയില്ല കേട്ടോ. കാരണം എന്തായാലും നേരം വൈകൂട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും പാടെ ഹോസ്പിറ്റലിൽ കുത്തിയിരുന്ന് നേരം വൈകണ്ടല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ മാത്രമായിട്ടോ പോയിട്ടുള്ളൂ. അപ്പോൾ ഞാനും ഓളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവരും കൂടെ പോയിട്ട് കാര്യമില്ലല്ലോ, ഹോസ്പിറ്റലല്ലേ. അപ്പോൾ അമ്മായിമ്മ വരണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വരുമൊന്നും വേണ്ട, ഇനിയിപ്പോൾ 37 അവിടെ നിന്ന് കെട്ടുമാറപ്പെടുത്ത് വരണ്ടേ വിചാരിച്ചു. ഞങ്ങൾ വരുമൊന്നും വേണ്ട, ഞങ്ങൾ ഉമ്മ അവിടെ ഇരുന്നോളിന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അമ്മ വന്നില്ല കേട്ടോ. പിന്നെ ഞാനും ഓളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇരിക്കണ ആളെ കണ്ടോ ഗൈസ്, അത് നമ്മളെ മല്ലു ഫാമിലിയിലെ യൂട്യൂബറാട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് ഇടയ്ക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ആ പെണ്ണിനെ ഓർമ്മ വന്നിട്ടോ, അങ്ങനെ എടുത്താട്ടോ. പിന്നെ ഓളെ ഡോക്ടർ വിളിച്ച് കുറേ നേരം ഞങ്ങൾ ലേറ്റ് ചെയ്തു കേട്ടോ. 4 മണിക്ക് കഴിക്കണം കേട്ടോ ഡോക്ടർ കാണിച്ചപ്പോൾ. സത്യം പറഞ്ഞാൽ ഇത് ഷോർട്സ് ആയതുകൊണ്ട് തോന്നുന്നു കേട്ടോ, എത്രയോ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അതിനിടെ ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ പോയിരുന്നു. അതൊന്നും എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ മോനൊന്ന് ഉറങ്ങി. പിന്നെ ഞങ്ങൾ 3 മണിക്കായി, 4 മണി 6 മണിയൊക്കെ കഴിക്കണം കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോരാനപ്പോൾ. അപ്പോൾ നല്ല മയക്കാറ് മുടിക്കട്ടോ ഗൈസ്. അങ്ങനെ 6 മണിക്ക് കഴിക്കണ്ട, രാത്രി കഴിക്കണ്. അപ്പോൾ ഇങ്ങനെ നല്ല മയക്കാറ്. പിന്നെ ഓള് ഗർഭിണി ആയതുകൊണ്ട് ഓൾക്ക് സീറ്റ് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ നല്ല മയക്കാറ് ഇങ്ങനെ മൂടി നിൽക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ മഴ ഇപ്പോൾ പെയ്യും ഇതിങ്ങനെ നോക്കി നിൽക്കുന്നു കേട്ടോ. പിന്നെ നേരിട്ട് ബസ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടേക്ക്. അപ്പോൾ എന്നാൽ അതിൽ പോകാമല്ലോ വിചാരിച്ചിട്ടോ ഞങ്ങളവിടെ നിന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ KSRTCയിലാണ് അധികം പോകൽ. പക്ഷേ നേരിട്ട് ബസ് ഉണ്ടെങ്കിൽ അതല്ലേ എളുപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ നേരിട്ടില്ലിൽ കയറാമല്ലോ വിചാരിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ 5:30 ആയപ്പോഴത്തേക്ക് ഞങ്ങളവിടെ എത്തി ബസ് സ്റ്റോപ്പിൽ. പക്ഷേ നേരിട്ടുള്ളത് കിട്ടാമല്ലോ വിചാരിച്ചിട്ട് 6 മണിക്കാണ് നേരിട്ടുള്ളത് പറഞ്ഞിട്ട് അങ്ങനെ നിന്നു കേട്ടോ. പക്ഷേ അത് പിന്നെ പറഞ്ഞു കേട്ടോ, നേരിട്ട് പോണില്ല, അങ്ങനെ അവിടെ നിർത്തുകയാണ് കാര്യങ്ങളെത്താണി പറഞ്ഞു കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തേണ്ടി വന്നു കേട്ടോ. അങ്ങനെ പിന്നെ ബസ്സിലൊക്കെ കിട്ടി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഗൈസുള്ള പറയല്ലോ. പക്ഷെ ഞാനോളും ഇച്ചോൾക്ക് സീറ്റ് ഇട്ടിട്ട്, കാരണം എനിക്ക് കുട്ടീൻ്റെ ഓള് പിന്നെ ഗർഭിണിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടൊക്കെ സീറ്റ് ഒഴിച്ച് തന്നിട്ട് ഗൈസുള്ള പറയല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ റെഡി ആയിട്ടിരുന്നു കേട്ടോ. പിന്നെ നല്ല മഴയെന്നു കേട്ടോ പുറത്ത്, നല്ല പെരും മഴയെന്നു കേട്ടോ. പിന്നെ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോൾ ഓരോരുത്തർ അങ്ങനെ ഇറങ്ങിപ്പോയിട്ടോ. നല്ല ക്ഷീണിച്ചിരുന്നു കേട്ടോ പറയല്ലോ ഗൈസ്. വൈകുന്നേരം ആയപ്പോഴത്തേനും നല്ല ചടച്ചു കേട്ടോ, കുഴങ്ങി തളർന്നിരുന്നു കേട്ടോ. ഞാനോളൊക്കെ വന്നതേ അറിയുള്ളൂ കേട്ടോ, വീട്ടിലെത്തി കടന്നതേ അറിയുള്ളൂ. പിന്നെ വരുമ്പോൾ അവിടെ നല്ല മീനൊക്കെ കണ്ടു. അപ്പോൾ മീൻ കുറച്ച് മേടിച്ചിട്ടോ. നല്ല റേറ്റ് ആട്ടോ മീനൊക്കെ ഗൈസ്. അങ്ങനെ കുറച്ച് മേടിച്ചുള്ളൂ കേട്ടോ, 1/2 കിലോ. അങ്ങനെ മീനൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരിട്ട് ഓട്ടോറിക്ഷ കയറിട്ടോ വീടിൻ്റെ അടുക്ക്. അവിടുന്ന് കുറച്ച് വീടിൻ്റെ അടുക്ക് പോരണം. പിന്നെ നല്ല മഴയല്ലേ. അപ്പം അങ്ങനെ ഓട്ടോറിക്ഷയിലൊക്കെ കയറി പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോരും ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത മാസം 23-ാം തീയതി ചെല്ലാൻ പറഞ്ഞു കേട്ടോ. അതുവരെ കുഴപ്പമൊന്നും ഇല്ലായിരിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ.